നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് ലിസ്റ്റിൽ കേരളത്തിൽ നിന്ന് 950 പേരെന്ന് NIA. കേസിൽ 4 പ്രതികളുടെ ജാമ്യാപേക്ഷ എതിർത്ത് കൊച്ചി NIA കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് അന്വേഷണ ഏജൻസിയുടെ ആരോപണം. ശ്രീനിവാസൻ വധക്കേസ് പ്രതി സിറാജുദ്ദീന്റെ പക്കൽ നിന്ന് 240 പേരുടെ പട്ടിക പിടിച്ചെടുത്തു. ആലുവ പെരിയാർ വാലിയിലെ PFI ഓഫീസിൽ നിന്ന് ലഭിച്ചവരുടെ പട്ടികയിൽ മുൻ ജില്ലാ ജഡ്ജിയുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. നിധിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിധിൻ, NIAയുടെ ഹിറ്റ് ലിസ്റ്റിൽ കേരളത്തിൽ നിന്ന് ആരൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? ദിവ്യ, ഈ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ആ കേസ് 2022 എടുത്ത കേസാണ്. ഈ കേസ് അന്വേഷിക്കുന്ന NIA ആണ് ഇപ്പോൾ കൊച്ചിയിലെ NIA കോടതിയിൽ ഇത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ 950-ലധികം പേരുടെ പേരുകൾ അടങ്ങിയ ഒന്നിലധികം ഹിറ്റ് ലിസ്റ്റുകൾ പ്രതികളിൽ നിന്ന് കണ്ടെടുത്തു എന്നാണ് NIA കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. പാലക്കാട് സ്വദേശികളായ മുഹമ്മദ് ബിലാൽ, റിയാസുദ്ദീൻ, അൻസാർ KP, സഹീർ KB എന്നിവരുടെ ജാമ്യാപേക്ഷകൾ പരിഗണിക്കുന്നതിനിടെയാണ് ദേശീയ ഏജൻസി NIA കോടതിയിൽ ഇത്തരത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. 2022 മെയ് മാസത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം NIA PFIക്കെതിരെയുള്ള കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നീട് ഈ സംഘം ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെന്ന് NIA ആരോപിച്ചു. 2022 RSS നേതാവ് ശ്രീനിവാസന്റെ കൊലപാതകവും NIA ഏറ്റെടുക്കുകയായിരുന്നു. ഈ 2 കേസുകളും പിന്നീട് ലയിപ്പിച്ച് ഒറ്റ കേസായാണ് ഈ NIA അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഇതിലാണ് ഈ NIAയുടെ ഇത്തരം ആരോപണങ്ങൾ ഈ റിപ്പോർട്ടിലുള്ളത്. അതായത് PFIക്ക് ഭീഷണിയായ മറ്റ് ആളുകളെ കണ്ടെത്താൻ റിപ്പോർട്ടർ വിങ് എന്നൊരു സംഘമുണ്ടെന്നും അവർ കണ്ടെത്തുന്ന പേര് പിന്നീട് സർവീസ് വിങ് എന്നൊരു ടീമിന് നൽകുകയായിരുന്നു എന്നാണ്. ഒപ്പം തന്നെ കേഡർമാരെ പരിശീലിപ്പിക്കുന്ന ഒരു ശാരീരിക ആയുധ പരിശീലന വിഭാഗവും PFIക്ക് ഉണ്ട് എന്ന് തുടങ്ങിയ ആരോപണങ്ങളാണ് ഇത്തരത്തിൽ NIA ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിലുള്ളത്. ഇതിൽ ഒരു മുൻ ജില്ലാ ജഡ്ജിയുടെ അടക്കമുള്ള പേരുകൾ 950 പേരുകളിൽ ജില്ലാ ജഡ്ജിയുടെ അടക്കമുള്ള പേരുകൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ NIA സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിലുള്ളത്. ഈ 4 PFI പ്രവർത്തകർ സമർപ്പിച്ച ജാമ്യാപേക്ഷ എതിർത്താണ് NIA ഇത്തരത്തിൽ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ദിവ്യ.